നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ അഭിമാന ചാന്ദ്രദൗത്യം ചന്ദ്രയാനെക്കുറിച്ചും ബഹിരാകാശത്ത് ദിവസങ്ങളായി താമസിക്കുന്ന സുനിത വില്യംസിനെ കുറിച്ചും മനുഷ്യരെ തന്നെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന AI സാങ്കേതിക വിദ്യയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന കാലത്ത് കൂടോത്രത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്ന കൂടോത്ര വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കാലത്തും കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന അത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്. വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ് എന്നിരിക്കെ മറ്റുള്ളവർക്ക് ദോഷം വരിക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെ ഏത് വിധത്തിൽ നമ്മൾ കാണണം? കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ അടക്കം വിശ്വസിക്കുന്നത് പോലെ കൂടോത്രം ഒരു മനുഷ്യന്റെ സന്തോഷവും നേട്ടവും ആരോഗ്യവും ഒക്കെ നശിപ്പിക്കുമോ? ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രഭാഷകൻ ഹരി പത്തനാപുരം, ജ്യോതിഷി ശംഖുമുഖം ദേവിദാസ്, ഒപ്പം കേരള യുക്തിവാദി സംഘം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ എന്നിവരാണ്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ഹരി പത്തനാപുരത്തിലേക്ക് പോവുകയാണ്. ശ്രീ ഹരി പത്തനാപുരം, ഈ വിശ്വാസം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആളുകളുടെയും വ്യക്തിപരമായ താല്പര്യമാണ് എന്തിൽ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ളതൊക്കെ. പക്ഷേ ഈ കൂടോത്രം പോലുള്ളവയൊക്കെ നമ്മളൊരു വിശ്വാസത്തിന്റെ ഗണത്തിലെടുക്കണമോ? അതൊരു അന്ധവിശ്വാസമായി തന്നെ കാണേണ്ട കാര്യമല്ലേ? ഇന്നത്തെ കാലത്തൊക്കെ ഒരാളുടെ സന്തോഷത്തെയും നേട്ടത്തെയും ഒക്കെ ഈ ചരടും മുട്ടയും ജപവും ഒക്കെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അബദ്ധധാരണയല്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ളതിനേക്കാൾ ആചാരം അനാചാരം എന്ന നിലയിലേക്ക് ഇതിനെ കാണുന്നതാണ് നല്ലത്. ശരിക്കും താന്ത്രിക വിധിയിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ഹൈന്ദവ ആചാരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തില് പണ്ട് ഭയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും ഇക്കാലത്ത് അത് മാറ്റി പുതിയ ഈ നൂറ്റാണ്ടിൽ പുതിയ കാലഘട്ടത്തിൽ എന്താണോ ഉള്ളത് അതിലേക്ക് തീർച്ചയായും എത്തിച്ചേരണം. ആഭിചാരം ചെയ്തോ കൂടോത്രം ചെയ്തോ ഒന്നും ആരെയും ഒരാൾക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് അറിയപ്പെടുന്ന ഒരാൾ KPCC പ്രസിഡന്റ് ആയിരുന്ന ആൾ, ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഇത് വിശ്വസിക്കുന്നു എന്നുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ തെറ്റായിട്ടൊരു ധാരണയുണ്ടാവും. കാരണം ഇത് ശരിയാണ്, മറ്റൊരാൾക്ക് പുറത്തിരുന്നുകൊണ്ട് ആഭിചാരം ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ കഴിയും, കൂടോത്രം ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല വശങ്ങളെയും നശിപ്പിക്കാൻ കഴിയും എന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട വിശ്വാസി വിശ്വസിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ആഭിചാരം ചെയ്തോ കൂടോത്രം ചെയ്തോ പുറത്തിരുന്നു കൊണ്ട് മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇത് ബഹുമാന്യനായ സുധാകരൻ സാറിനെ ഭയപ്പെടുത്തുകയും സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്കായി ആരൊക്കെയോ അടുത്തുകൂടി ഇത് കണ്ടെത്തി കാണിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ഇത്തരത്തിലുള്ള ചില നേട്ടങ്ങൾക്കായി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്നുള്ളതിനപ്പുറം ഹൈന്ദവ ആചാരങ്ങളുമായി ഇതിലൊരു ബന്ധവുമില്ല. അത്തരത്തിൽ ആഭിചാരം ചെയ്തൊന്നും ഒരാളെ നശിപ്പിക്കാൻ സാധിക്കുകയുമില്ല. വളരെ വ്യക്തമാണ്. ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾ യുക്തിവാദി സംഘം മുൻ പ്രസിഡന്റ് ആണ്. താങ്കൾക്ക് എന്താണ് ഈ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇന്നത്തെ കാലത്തും നമ്മൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ശാസ്ത്ര അവബോധമുള്ള ആളുകളാണ്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ പോലും കൂടോത്രം പോലുള്ള ക്രിയകൾക്ക് പുറകെ പോകുന്നു. അത്തരത്തിലൊരു മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ കഴിവിനെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് സ്വന്തമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് പൂർണ്ണമായിട്ട് ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഞാൻ സമീപിക്കുന്നത്. നമ്മൾക്കറിയാം, നെഹ്റുവിന്റെ പിൻതലമുറക്കാരാണ് ഇന്ന് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. തീർത്തും ആശ്ചര്യജനകവും അതുപോലെ തന്നെ സങ്കടകരവുമായിട്ടൊരു അവസ്ഥയാണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ദൈവവിശ്വാസമാണ്. ദൈവവിശ്വാസം തന്നെ ഒരു അന്ധവിശ്വാസമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ. ഞാൻ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ഇവിടെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ഈ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് പോകുന്നത്? ഈ അന്ധവിശ്വാസവും എന്ന് പറയും, ഞാൻ അന്ധവിശ്വാസം തന്നെ പറയട്ടെ. ഈ അന്ധവിശ്വാസം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും ഡെവലപ്ഡ് വികസിത രാഷ്ട്രങ്ങളിൽ പോലും വലിയ രീതിക്ക് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഈ രീതിക്കുള്ള ഈ പ്രവർത്തനങ്ങളും ഈ കൂടോത്രങ്ങളും അതുപോലെ തന്നെ അഭിചാരങ്ങളും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കും ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അത് നിയന്ത്രിക്കുക എന്നുള്ളത് ആദ്യം പ്രാഥമികമായിട്ട് ഒരു അവബോധം കൊടുക്കുക. രണ്ടാമതായിട്ട് ആ അവബോധമാണ് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, 42ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 51AH വളരെ വ്യക്തമായിട്ട് ഈ സയന്റിഫിക് ടെമ്പർ ഒരു പൗരന്
ശാസ്ത്ര അവബോധം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പരിഷ്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മാനവികതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് മൂന്നും ക്ലബ് ചെയ്ത് വരുന്നതാണ് ഈ കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തെ പോലുള്ള ഒരു 100% സാക്ഷരത നേടിയെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നാളിതുവരെ ഈ അന്ധവിശ്വാസം നമുക്കറിയാം വളരെ രീതി. ഇപ്പോൾ നമ്മൾ ഒട്ടും പുറകിലല്ല. ഏലന്തൂർ മനുഷ്യബലി നടന്നിട്ട് അധികം നാളെ ആയിട്ടില്ല. അതിനു മുമ്പ് പാലക്കാട് ഒരു സ്ത്രീ സ്വന്തം കുട്ടിയെ ബലി കൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണമെന്നുള്ള. നമുക്കറിയാം ഡോക്ടർ ദബോൾക്കറുടെ മരണത്തിന് ശേഷം മഹാരാഷ്ട്രയില് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹം ഈ നരേന്ദ്ര ദബോൾക്കർ മരിച്ചതിന് അദ്ദേഹം കൊടുത്ത ഒരു ഡ്രാഫ്റ്റ് ബില്ല് ഒരു ഓർഡിനൻസ് ആയിട്ട് ഇറക്കുകയുണ്ടായി. വളരെ ഫലപ്രദമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 600ഓളം FIRകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അതിനകത്ത് ഒരുപാട് കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയും ജില്ലാ കോടതികൾ വരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് നിയമത്തിന്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പൊ അത് സമാനമായിട്ടുള്ള ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2013 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരള യുക്തിവാദി സംഘം അന്ന് ഈ ജാഥ നടത്തി, ഒരു സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തി 1 ലക്ഷം പേര് ഒപ്പിട്ട ഒരു നിവേദനവും അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ് ബില്ല് സമർപ്പിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം അത് അപ്പോൾ തന്നെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല കൈമാറിയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു നിയമത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ KPCC പ്രസിഡന്റ് വീട്ടിലാണ് ഇത് കുഴിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടെങ്കിൽ പോലും, ഈ കുഴിച്ചിട്ടതിലൊരു പരാതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കേസ് കൊടുത്താൽ വളരെ ലഘുവായിട്ടുള്ള ഒരു ട്രസ്പാസ് എന്ന് പറയുന്ന ഒരു IPC ഓഫൻസ് മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഒരു സമഗ്രമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ കഠിനമായിട്ടുള്ള ശിക്ഷ, ഇപ്പൊ തന്നെ നമ്മുടെ IPC ഒക്കെ ഭേദഗതി ചെയ്തപ്പോൾ പല വകുപ്പുകൾക്കും കഠിനമായ ശിക്ഷ വന്നിട്ടുണ്ട്. സമാനമായിട്ടുള്ള കഠിനമായിട്ടുള്ള ശിക്ഷകൾ നൽകിക്കൊണ്ട് മാത്രമേ ഒരു പരിധിവരെ ഈ വിഭാഗത്തെ, നമുക്കറിയാം ഈ കൂടോത്രം, മാന്ത്രികം, ഈ വിദ്യയിലൊക്കെ തന്നെ പരസ്യം കൊടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിനെ തടയണമെങ്കിൽ ശക്തമായിട്ടുള്ള നിയമം വേണം. ഇത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാലും, ഇപ്പോ കുറച്ചുപേര് മന്ത്രവാദത്തെ നിർബന്ധവാദം എന്ന രീതിക്ക് വിഭജിക്കുന്നുണ്ട്. പക്ഷേ ഈ മന്ത്രവാദവും ദുർമന്ത്രവാദവും തമ്മിൽ ഒരു സാമൂഹ്യ പുരോഗതിയുള്ള ഒരാൾക്ക്, ഒരു യുക്തിബോധത്തോട് ചിന്തിക്കുന്ന ഒരാൾക്ക് മന്ത്രവാദവും ദുർമന്ത്രവാദവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ടും ഒരു പരിധിവരെ അല്ല, രണ്ടും പൂർണ്ണമായിട്ട് മാനുഷിക വിരുദ്ധമാണ്. നമ്മൾ വീണ്ടും ഭരണഘടനയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന ഹ്യൂമനിസം, മാനവികത എന്ന് പറയുന്ന ആ തത്വത്തിന് വിരുദ്ധമാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ഇതിനകത്ത് കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ഒരു MP-യും, അതിന് 2 പ്രാവശ്യം MP ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവും അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് കേരളത്തിന് തന്നെ വളരെ അപമാനകരമാണ്. അത് ഇന്ത്യയിലും നമുക്കറിയാം, ഇന്നത്തെ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് ലോകം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞു, ലോകം മുഴുവനും. അപ്പൊ ഇന്ന് മലയാളികൾക്ക് മുഖം ഉയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഏക പ്രതിവിധി എന്നുള്ളത് ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമവും, പിന്നെ മറ്റുള്ളത് സ്കൂൾ തലങ്ങളിൽ മുതൽ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണവുമാണ്. ആ ബോധവൽക്കരണം നടക്കുമ്പോൾ പലപ്പോഴും ഇവിടെ ക്ലാഷ് ഉണ്ടാകുന്ന സാമാന്യ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ നമുക്കൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമത്തിന് അന്ധവിശ്വാസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും ആ അന്ധവിശ്വാസത്തിനെതിരായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ് ഒരു നിയമം വന്നാലുള്ള പ്രയോജനം. തീർച്ചയായും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണഘടനാപരമായി നമ്മളെയൊക്കെ നയിക്കേണ്ട അത്തരത്തിൽ ആ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇതിനെയൊക്കെ വിശ്വസിക്കുന്നു, ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ കാര്യം. ഞാൻ ശ്രീ ശംഖുമുഖം ദേവിദാസിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ശംഖുമുഖം ദേവിദാസ്, ഈ ഹൈന്ദവ വിശ്വാസത്തിൽ ഇങ്ങനൊരു ക്രിയയില്ല എന്നുള്ളതാണ് നേരത്തെ ഹരി പത്തനാപുരം പറഞ്ഞത്. എന്താണ് താങ്കൾക്ക് ഈ ഒരു കൂടോത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇങ്ങനെ ജപിച്ചും പൂജിച്ചും ഒരു മുട്ട വെച്ചും ഒക്കെ ആളുകളുടെ നേട്ടത്തെ, സന്തോഷത്തെ, ആരോഗ്യത്തെയൊക്കെ ഇല്ലാതാക്കി കളയാൻ കഴിയുന്നതാണോ? ഇത് മാത്രവുമല്ല, ഇത് വിശ്വസിക്കുന്നവർ മാത്രം അതിനെ ഭയന്നാ പോരെ? അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഇത്തരം ക്രിയകളിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ ഇതിനെ ഭയക്കേണ്ടതുണ്ടോ? അതവസ്ഥ. ആദ്യം നിങ്ങളുടെ ഇൻട്രോയിൽ നിന്ന് ഞാൻ തുടങ്ങാം. ചന്ദ്രയാൻ നടത്തിയ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? 5000 വർഷങ്ങൾക്കപ്പുറം വേദവ്യാസൻ ചൊവ്വയെക്കുറിച്ച് ഒരു ധ്യാനശ്ലോകം എഴുതിയിട്ടുണ്ട്. ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം
കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഭൂമിയിൽ നിന്ന് ജനിച്ചത്, ഭൂമിയിൽ നിന്നുണ്ടായത് എന്നാണ് 5000 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പാത്ത് ഫൈൻഡർ അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടത്? ഭൂമിക്ക് സമാനതകൾ, ഭൂമിയുമായി വളരെ സമാനതകൾ ചൊവ്വയ്ക്കുണ്ടെന്ന് കണ്ടെത്തി. 5000 വർഷങ്ങൾക്കപ്പുറം ഋഷീശ്വരന്മാർ ഇവിടെ ഇരുന്ന് 6ാം ഇന്ദ്രിയം കൊണ്ട്, മനസ്സുകൊണ്ട് കണ്ടെത്തിയ ആ സത്യം ഇന്ന് ആധുനിക യുഗത്തിൽ ഉപകരണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഈ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാനിതിനെപ്പറ്റി ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെളുപ്പ് ഉണ്ടെങ്കിൽ കറുപ്പും ഉണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടും ഉണ്ട്. ഉപാസനയിൽ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ദൈവീകമെന്നും ആസുരികമെന്നും 2 വിഭാഗങ്ങളുണ്ട്. ദൈവീകമായ ഉപാസന അതൊരു ഭാഗം, ആസുരികമായ ഉപാസന. ആ ആസുരികമായ ഉപാസന കൊണ്ട് ഒരാളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ഞാൻ അത്തരത്തിലുള്ള ആളല്ല. പക്ഷേ 825 അതായത് ക്രിസ്തുവർഷം 825 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നേക്ക് 1200 വർഷം മുമ്പ്, അത് കൃത്യമായി പറയാൻ കൊല്ലവർഷം 1200 വരാൻ പോവാണ്. ചിങ്ങം 1-ാം തീയതി കൊല്ലത്ത് അവിടെ രാമേശ്വരം എന്നൊരു ക്ഷേത്രത്തിൽ വെച്ച് ജ്യോതിഷികളുടെ എല്ലാം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് രാജാവ് കൽപ്പിച്ചു, നമുക്ക് നമ്മുടേതായൊരു സമ്പ്രദായം വേണം. അങ്ങനെ കൊല്ലത്ത് വെച്ചൊരു വർഷഗണന നടത്തിയതിൻ്റെ ഫലമായിട്ട് കൊല്ലവർഷം എന്നൊരു വർഷം ഉണ്ടായി. അത് 1200 വർഷമായി. ആ 1200-ൽ അല്ലെ 1200 വർഷങ്ങൾക്കപ്പുറം, അതായത് ക്രിസ്തുവർഷം 825-ൽ കണ്ണൂരിൽ എടക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ പനക്കാട് എന്ന് പറയുന്ന ഇല്ലത്തിൽ ഒരു നമ്പൂതിരി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ആ പനക്കാട് നമ്പൂതിരി എഴുതിയ പ്രശ്നമാർഗം എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 134 മുതൽ 195 വരെയുള്ള ശ്ലോകങ്ങൾ ഈ ആഭിചാര ദുരിതങ്ങൾ എങ്ങനെ കണ്ടെത്തണം എന്ന് വിവരിക്കുന്നു. ആഭിചാര ദുരിതം എങ്ങനെ കണ്ടെത്താം, ആഭിചാരം ചെയ്ത ആളാര്, അയാളുടെ പേരിൻ്റെ ആദ്യാക്ഷരം പോലും പറയാനുള്ള സംവിധാനം അതിനകത്തുണ്ട്. ഒന്നുകൂടി പറയാം. പ്രശ്നമാർഗം 15-ാം അധ്യായം 134 മുതൽ 195 വരെയുള്ള ശ്ലോകങ്ങൾ. ഇനി അത് സംസ്കൃതം പഠിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആ പനക്കാട് നമ്പൂതിരി തന്നെ ഒരു കുക്കണിയാൾ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ശാസ്ത്രം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഭാഷാരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേര് പ്രശ്നരീതി എന്നാണ്. അതിൽ 8-ാം അധ്യായത്തിൽ 139 മുതൽ 141 വരെ ശ്ലോകങ്ങളും 11-ാം അധ്യായത്തിൽ 18 മുതൽ 51 വരെ ശ്ലോകങ്ങളും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ്. ശത്രു ആര്, ശത്രു ചെയ്ത ആഭിചാരക്രിയ എന്ത്, അത് മഹാഭിചാരമാണോ അതോ ക്ഷുദ്രാഭിചാരമാണോ? ആഭിചാരം തന്നെ പലതരത്തിലുണ്ട്. മഹാഭിചാരം, ക്ഷുദ്രാഭിചാരം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുണ്ട്. ക്ഷുദ്രാഭിചാരമാണ് ഈ ഗൃഹത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ സ്ഥാപിക്കുന്നത്. പല സ്ഥലങ്ങളിൽ സ്ഥാപിക്കാം. അത് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു, എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, ആ സ്ഥാപിച്ച ആളാര്, എന്തിനു വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ മാർഗമുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ആ ആളിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം പറയാൻ. അത് ഏത് ഗ്രന്ഥത്തിലാണ്? ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിൽ, അതായത് ഇന്നേക്ക് 1500 വർഷങ്ങൾക്കപ്പുറം മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ജീവിച്ചിരുന്ന വളരെ ശ്രേഷ്ഠനായ പണ്ഡിതൻ വരാഹവിഹരാചാര്യൻ അദ്ദേഹം എഴുതിയ ബൃഹജ്ജാതകം എന്ന ഗ്രന്ഥത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം ലഗ്നാം ശകാത് ഗ്രഹയോഗേക്ഷണാദ്വാ വർണ്ണാൻ വദേത് ബലയോഗാ ധിയോനൗ എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയാണ് ആളിൻ്റെ പേര് പറയുക. അങ്ങനെ ഇതിനെല്ലാം മാർഗമുണ്ട്. അപ്പം ആഭിചാര വിഷയങ്ങളെക്കുറിച്ച് 1500 വർഷം മുമ്പ് പ്രശ്നമാർഗാചാര്യൻ പറയണമെങ്കിൽ അന്ന് തൊട്ടേ ഈ വിഷയമുണ്ട്. ഒരാളെ ദ്രോഹിക്കാൻ, ഒരാളെ അയാളുടെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, ഇങ്ങനെയുള്ള കൃത്രിമമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ചിന്ത അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുകൂടി പറയാം. പൂജാതി കർമ്മങ്ങൾ, സാത്വികമായ പൂജ കൊണ്ട് ആളുകൾക്ക് അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് പോലെ തന്നെ
അസാത്വികമായ കർമ്മങ്ങൾ കൊണ്ട് ആളുകൾക്ക് ദോഷവും വരാം. ആ അസാത്വികമായ കർമ്മങ്ങൾ ചെയ്ത് കൂടപത്രം എന്നതിന് പറയുക, കൂടോത്രം എന്ന് പറയും. കൂടപത്രം, ഗൂഢമായ രീതിയിൽ എഴുതപ്പെട്ടതായ പത്രം, അത് സ്ഥാപിക്കുന്നത് മൂലം ഒരാൾക്ക് ദോഷം ഉണ്ടാകാം. ആ ദോഷം ഉണ്ടാകുമ്പോഴാണല്ലോ അദ്ദേഹം ആരെയെങ്കിലും സമീപിക്കുക. ഈ ചാനലിൽ തന്നെ ഈ കൂടപത്രം കണ്ടെത്തിയ സമയത്ത് ആദ്യം പറഞ്ഞത് ഒരു ആചാര്യൻ വന്ന് കണ്ടെത്തിയെന്നാണ്, രണ്ടാമത് പറഞ്ഞു ഒരു ജ്യോത്സ്യൻ വന്ന് കണ്ടെത്തിയെന്നാണ്, മൂന്നാമത് പറഞ്ഞു ഒരു മാന്ത്രികൻ വന്ന് കണ്ടെത്തിയെന്ന്. ജ്യോത്സ്യൻ വന്ന് കണ്ടെത്തി, അത് ജ്യോതിഷ വഴിയിലൂടെ ഈ വിഷയങ്ങളെ കണ്ടെത്താനുള്ള മാർഗമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാർഗമുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതി 1500 വർഷങ്ങൾക്കപ്പുറം മുതലേ ഉണ്ടായിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ചെയ്യുന്ന ആളുകളെ നമുക്ക് ബോധവൽക്കരിക്കാനേ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നാണ് ഹൈന്ദവ ധർമ്മം പറയുന്നത്. മറ്റുള്ളവർക്ക് ദോഷം വരുന്നതിന് വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ധർമ്മം പറയുന്നത്. പക്ഷേ ആ ധർമ്മത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ കണ്ടെത്തുന്നുള്ള വഴിയും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ ശ്രീ ഹരി പത്തനാപുരം, അപ്പോൾ ഒരു സംശയം വരികയാണ്. അപ്പോൾ ഈ ശംഖുമുഖം ദേവിദാസ് സൂചിപ്പിച്ചത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു നെഗറ്റീവ് എനർജി കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവിനപ്പുറം ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഉണ്ട് എന്നുകൂടി ഓരോ വിശ്വാസിയും വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, പക്ഷെ നമുക്ക് നല്ലതുണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം കിട്ടും എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് തിന്മയുണ്ടാകണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് തിന്മയുണ്ടാകണം എന്ന് മാത്രമല്ലേ ഉള്ള അർത്ഥം. അപ്പൊ നമ്മൾ മറ്റൊരാൾക്ക് നന്മയുണ്ടാകണം, ഇന്നയാൾ കോടീശ്വരനാകണം എന്ന് ചിന്തിച്ചാൽ അയാൾ കോടീശ്വരനാകുന്നു എന്നല്ല പറയുന്നത്. നമുക്ക് നന്മയുണ്ടാകണം, അത് നമ്മളുടെ മനസ്സിൽ നമുക്ക് നന്മയുണ്ടാകണം എന്ന ചിന്ത നിറച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നന്മയുണ്ടാവും. നമുക്ക് തിന്മയുണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് തിന്മയുണ്ടാവും. ബഹുമാനപ്പെട്ട ജ്യോത്സ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഞാനും ആദ്യം പറഞ്ഞു എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് ചെയ്യാറില്ല. ഇത് ചെയ്യുന്ന ആളുകളില്ല കേരളത്തിൽ. ഇതാരാണ് ചെയ്യുന്നവര്? ചെയ്യുന്ന ഒരാൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ല. ഇനി രണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സാക്ഷാൽ അനുഭവേർ ദൃഷ്ടോ നശ്രുണോ ന ഗുരുദർശനം ലോകാനാം ഉപകാരായ ഏതൽ സർവം പ്രദർശിതം. നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ലോകത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗ്രന്ഥത്തിലുണ്ടെന്നോ ആചാര്യൻ പറഞ്ഞെന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ആഭിചാരം ചെയ്യുന്നവർ അങ്ങനെ ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ഇപ്പോഴും പറയാൻ റെഡിയാണ്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1979 ഏപ്രിൽ മാസം 27 രാത്രി 10:50 ഉത്രട്ടാതി നക്ഷത്രം. ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരാൾക്ക് എന്നെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ നശിപ്പിക്കട്ടെ. ഞാനിത് ഏകദേശം 10 വർഷം മുമ്പ് എന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ഇത് ഒരാളെ ഭയപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയെ ഭയപ്പാടിലേക്ക് ആരോ പുറത്തിരുന്നു കൊണ്ട് എനിക്കെതിരെ എന്തോ ചെയ്തു എന്ന് ഭയപ്പെടുത്തുമ്പോൾ ആ ഭയപ്പാടുണ്ടാകുന്ന ഒരാൾ മാനസികമായി അയാൾ തകർന്നു പോവാണ്. അതായത് നല്ല കാര്യങ്ങൾ കുറെ ചെയ്യേണ്ടുന്ന, എനർജറ്റിക്കായി കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരാളെ, ഒരു വിശ്വാസിയെ മാനസികമായി വല്ലാണ്ട് തകർക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളും പ്രചരണങ്ങളും അത് ഉപയോഗപ്പെടുത്തുള്ളൂ. നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ആചാരങ്ങൾ. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ആചാരങ്ങൾ. ഇത് തിന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടും, അല്ലെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് ചെയ്യും. ഒരാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഇതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉള്ളവരുണ്ടാവും. ശരിക്കും ഒരു കുടുംബം തകരുകയാണ്. ചിലപ്പോൾ അത് സഹോദരനായിരിക്കാം, മാതാവായിരിക്കാം. അതൊരു ആചാര്യന്റെ യുക്തിയാണ്. എന്ത് പറഞ്ഞു കൊടുക്കണം, എന്ത് പറഞ്ഞു കൊടുക്കണ്ട, നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നമ്മുടെ ആചാരങ്ങളെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പാടില്ല. എല്ലാ പഠനങ്ങളും ഋഷീശ്വരന്മാർ കണ്ടെത്തി വെച്ചിട്ടുള്ളതിൽ നിന്ന് അപ്ഡേഷൻ വേണം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് നമ്മൾ തന്നെ പഠിക്കണം. അങ്ങനെയാണ് നല്ല ആചാരങ്ങൾ ഉണ്ടാകുന്നത്. ഇനി വരുന്ന ഒരു തലമുറയെ വിശ്വാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അപ്ഡേഷൻ വേണം. ഇപ്പൊ പണ്ട് ആനയെ ദാനം ചെയ്യണം, കുതിരയെ ദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് സാധിക്കും. ഇന്നൊരാൾ വന്ന് പരിഹാരം ചോദിക്കുമ്പോൾ ആനയെ ദാനം ചെയ്യാൻ പറഞ്ഞാൽ പറയുന്ന ആൾക്ക് തലയ്ക്ക് ഓളം ഉണ്ടെന്നല്ലേ കരുതുള്ളൂ. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ എല്ലാത്തിലും നമ്മൾ അപ്ഡേഷൻസ് ഉണ്ട്, എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ശ്രീ ബഹുമാനപ്പെട്ട ജ്യോത്സ്യൻ പറഞ്ഞു അദ്ദേഹം അത് ചെയ്യാറില്ല എന്ന്. കേരളത്തിൽ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിട്ടുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്നവരെല്ലാം ഇതിന് പരിഹാരം ചെയ്യുന്നവരാണ്,
പരിഹാരം ചെയ്താലുള്ള ഗുണം എന്താണ്? പരിഹാരം ചെയ്യുമ്പോൾ ഇതിൽ വലിയൊരു പണമിടപാടുകൾ ഉണ്ടാവും, സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും. സാധാരണക്കാരായിട്ടുള്ള വിശ്വാസിയെ അവന്റെ പണം ഈ ചില ആളുകൾ കൈയടക്കി അവർ സമ്പന്നരായി മാറും. ഇത് തെറ്റല്ലേ? ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഈശ്വര വിശ്വാസം, നേരത്തെ ബഹുമാനായ അനിൽകുമാർ സാർ പറഞ്ഞു, ഈശ്വര വിശ്വാസമേ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആളുകൾക്ക് അടിക്കാനുള്ള ഒരു വടിയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ എടുത്തിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അന്ധവിശ്വാസം വിശ്വാസം എന്നല്ല, ആചാരം അനാചാരം എന്ന നിലയിലേക്ക് ഇത്തരം കാര്യങ്ങളെ മാറ്റണം, മാറ്റപ്പെടണം. അത് കാലഘട്ടത്തിന് അനിവാര്യമാണ്. ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് അത് ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പഠിക്കണം, നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണം, നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അങ്ങനെ മാത്രമേ ഏതൊരു മതമാണെങ്കിലും വിശ്വാസമാണെങ്കിലും നിലനിൽക്കപ്പെടുകയുള്ളൂ. അത് ബഹുമാന്യരായ ആചാര്യന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഹരി പത്തനാപുരം, നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം കേട്ടിരിക്കെ എനിക്കുണ്ടായ ഒരു സംശയമാണ്. നിങ്ങൾ രണ്ടുപേരും ഈ ജ്യോതിശാസ്ത്രത്തിൽ അറിവുള്ള ആളുകളാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരേ വിഷയത്തിൽ, അതായത് രണ്ട് അഭിപ്രായം വരികയാണ്. അതായത് ഈ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും കൂടോത്രം ചെയ്താൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും, അതോടൊപ്പം അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഒരു നെഗറ്റീവായി നമുക്ക് ആരെയും തകർക്കാൻ ഈ കൂടോത്രത്തിൽ കൂടി സാധിക്കില്ല എന്ന് പറയുന്ന താങ്കളും. എങ്ങനെയാണ് ഈ ഒരു വൈരുദ്ധ്യം ഒരേ ജ്യോതിശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വരുന്നത്? ജ്യോതിഷത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ആ വൈരുദ്ധ്യമുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് ഒരേ ഇത് കാണിച്ചാൽ ഒരേ ഫലമൊന്നും ഒരേ മരുന്നുകളൊന്നും ആയിരിക്കില്ല കുറിക്കുന്നത്. അതായത് ഞാൻ എന്റെ അനുഭവം, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. ആഭിചാരം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നും ഈ ദുർമന്ത്രവാദികളെ തെറി പറയുന്ന ഒരാളാണ് ഞാൻ, എല്ലാ ദിവസങ്ങളിലും എന്റെ പ്രോഗ്രാമിൽ. എന്നെ എന്തുകൊണ്ടാണ് എന്നെ നശിപ്പിക്കാൻ പറ്റാത്തത്? ഇങ്ങനെ പറയുമ്പോൾ ഉള്ള പ്രശ്നം കോൺഫിഡൻസ് ഇല്ലാതാവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നു സ്കൂളിലേക്ക്. ഇപ്പൊ അവർക്ക് പരീക്ഷ എഴുതാനൊരു മടി അല്ലെങ്കിൽ ഒരു ഭയം വരുമ്പോ ഒരു പേന പൂജിച്ച് നൽകുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, നിഷ്കളങ്കമായ ഒരു കാര്യമാണ്. അവർക്കത് കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എന്നാൽ ആ കുട്ടി ചിന്തിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ആഭിചാരം ചെയ്ത് എന്റെ പഠനത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ അതിൽ അപകടമുണ്ട്. ഇപ്പൊ പൂജ ചെയ്ത് കൊടുത്താലും പൂജ ചെയ്ത് കൊടുത്തില്ലെങ്കിലും പഠിച്ചത് മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ആചാരത്തെ നല്ലതായി നമ്മൾക്ക് ഉപയോഗിക്കാം, അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയപ്പെടുത്തലോടുകൂടിയും ഉപയോഗിക്കാം. ഇത് ആഭിചാരം ചെയ്താൽ ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് മൂഢവിശ്വാസമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ഒരാൾ ഞാനാണ്. ഞാനിവിടെ ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ തെളിവ്. ശ്രീ ശംഖുമുഖം ദേവിദാസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കളെ പോലുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ ഇതിനൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ, ഈ ഹരി പത്തനാപുരം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളായിട്ടൊന്നും ഹാർഡ് വർക്ക് ചെയ്യേണ്ട, നമ്മളായിട്ട് നേട്ടങ്ങൾക്ക് പുറകെ പോകണ്ട, കഷ്ടപ്പെടേണ്ട, അതിനുവേണ്ടി പണിയെടുക്കണ്ട, ചുമ്മാ എവിടെങ്കിലും പോയി ഒരു മുട്ട ഒഴിച്ചു വെച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരില്ലേ? അല്ല, ഇതിന് ഞാനൊരു മറുപടി പറയാം. ഈ മനുഷ്യരെല്ലാം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച മനുഷ്യരെല്ലാം ഒരുപോലെയാണോ? ഇവിടെ പിടിച്ചുപറിക്കാരുണ്ട്, കൊള്ളക്കാരുണ്ട്, അധികാരസ്ഥാനങ്ങളിൽ എത്തുന്നവരുണ്ട്, അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മെൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അധികാരത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല തരത്തിലുണ്ടല്ലോ ആൾക്കാർ. അപ്പം മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട്. അതുപോലെ തന്നെ വിശ്വാസങ്ങളിലുമുണ്ട്. അത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികളൊന്നും ഞാൻ എടുക്കുന്നില്ല, ഞാൻ പറയാം. അതൊന്നും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതിൽ പറയുന്നുണ്ട്, ഇന്ന മന്ത്രം ഇന്ന സ്ഥലത്തിരുന്ന് ഇത്ര ഒരു ജപിച്ചാൽ ഇന്ന സിദ്ധി ഉണ്ടാകും, എന്നിട്ട് അതനുസരിച്ച് കർമ്മം ചെയ്താൽ അത് ഫലവത്താകും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അതിൻ്റെ ദോഷപരിഹാരത്തിനായി ഇത്ര ആടുകളെ ദാനം ചെയ്യണം. ഇപ്പോൾ ഹരിപുത്തനാവർ പറഞ്ഞതുപോലെ ആടിനെ എങ്ങനെ ദാനം ചെയ്യും? അതിന് മാർഗങ്ങളുണ്ട്. ആടിൻ്റെ രൂപം വെള്ളിയിലോ സ്വർണത്തിലോ ഉണ്ടാക്കി അതിൽ പതിച്ച് അത് ദാനം ചെയ്യാം. അത്രയും ദാനം ചെയ്തില്ലെങ്കിൽ അയാളതിന് ദുരിതം അനുഭവിക്കും. എവരി റിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരാൾക്ക് ദോഷം വരുന്നതിന് വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി തീർച്ചയായിട്ടും അയാൾക്കുണ്ടാകും. അത് ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായേ തീരൂ. അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് 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 എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാലും ചില ആളുകൾ കേൾക്കില്ല. അവർക്ക് വളഞ്ഞ വഴിയിലൂടെ കൂടുതൽ ധനം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വക്രമായ വഴികൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ദോഷം വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യും എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ടാണ് 1200 വർഷങ്ങൾക്കപ്പുറം പ്രശ്നമാർഗാചാര്യൻ എഴുതിയ പ്രശ്നമാർഗത്തിൽ 134 മുതൽ 195 വരെ 61 ശ്ലോകം ഉണ്ടത്. ആ 61 ശ്ലോകങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇത് പറയുന്നു. പിന്നെ പേരിൻ്റെ ആദ്യം പറയുന്ന കാര്യം പറഞ്ഞു. എൻ്റെ അനുഭവമാണ്.
എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് പ്രദീപ് കുമാർ എന്നാണ്. ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, ലഗ്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹം, ബലവാനായ ഗ്രഹം, ആ ഗ്രഹത്തിനനുസൃതമായ പേരുണ്ടാവും. അതെങ്ങനെയാണ്? ശനിക്ക് പറഞ്ഞിരിക്കുന്നത് പ ഫ ബ ഫ മ എന്നീ അക്ഷരങ്ങളാണ് കടവയാദിയിൽ. അപ്പോൾ എനിക്ക് അവരിട്ട പേര് പ്രദീപ് കുമാർ, പായിൽ തുടങ്ങുന്ന അക്ഷരം ഇട്ടു, പേരിട്ടു. അതിനുശേഷം എൻ്റെ ഉപാസന, എനിക്ക് 9 വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവും. ഉപാസനാമാർഗം സ്വീകരിച്ചപ്പോൾ ഞാനൊരു തൂലികാനാമം സ്വീകരിച്ചു. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ആ തൂലികാനാമാണ് ദേവീദാസൻ. നോക്കുന്ന ഗ്രഹം വ്യാഴമാണ്. വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്നതാണ് താ ഥ ദാ ഥ ന തവർഗം. അപ്പോൾ ആ ദായിൽ തുടങ്ങുന്ന ഒരു അക്ഷരം എൻ്റെ പേരിൽ വന്നു. ഇതൊക്കെ അറിയാതെ സംഭവിച്ചതാണ്. പിന്നീട് ഈ ശാസ്ത്രം നന്നായി പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ 4-ാം അധ്യായ ഈ വരാഹമിഹിരൻ്റെ ഹോരയിലെ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതെ അതെ, വ്യക്തമാണ് ശ്രീ ശംഖുമുഖം ദേവിദാസ്. ഞാൻ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഇതനുസരിച്ച് ഒരു ശത്രുവിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം പറയാം. അത് കലഹം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഇപ്പോൾ ആരും പറയാറില്ല. ഞാൻ ഉൾപ്പെടെ പറയാറില്ല. അവരോട് പറയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ ദേക്കാണ സ്വരൂപം വെച്ച് ഒരു രൂപം പറയുമ്പോൾ തന്നെ അവർ പറയും ആളിന് മനസ്സിലായി എന്ന് പറയും. കാരണം രക്താംബര ഭൂഷണസക്ത കുംഭാകൃതിർ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആളിന് മനസ്സിലായി, പേര് പറയണ്ട എന്ന് പറഞ്ഞു. ഈ പേര് പറയുന്നില്ല എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചാണ്. വ്യക്തമാണ്. ഞാൻ ഒരിക്കൽ കൂടി അനിൽകുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ അനിൽകുമാർ, നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിശ്വാസം ഇല്ലാത്തവർ ഇത് വിശ്വസിക്കേണ്ട, തള്ളിക്കളഞ്ഞാൽ പോരെ, ഇതൊരു ക്രിമിനൽ കുറ്റമാക്കണം, ഒരു നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വളരെ വേഗം സാർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? താങ്കളുടെ ഓഡിയോ ലഭിക്കുന്നില്ല. നമ്മളുടെ നാട് എന്ന് പറഞ്ഞാല് ഈ അഥർവവേദത്തിന്റെ കൂടി നാടാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇപ്പൊ നമ്മുടെ ദേവിദാസൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്തൊക്കെയോ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം കണ്ടുപിടിക്കാം, പേരിന്റെ ആദ്യക്ഷരം പറയാം. ഇതിനൊക്കെ വളരെ 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 സിമ്പിളായിട്ട് 70കളില് കേരളത്തില് പ്രൊഫസർ A.T. കോവൂർ ഉയർത്തിയ ഒരു വെല്ലുവിളിയുണ്ട്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. ഒരു 10 രൂപ നോട്ട് ഒരു കട്ടി കവറിലിട്ടിട്ട് ദേവിദാസിന്റെ കയ്യിലേക്ക് തരുന്നു. നിങ്ങൾ അതിന്റെ നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാമെന്നാണ്, അന്ന് 1 ലക്ഷം രൂപ തരാമെന്നാണ് പ്രൊഫസർ കോവൂർ പറഞ്ഞത്. കേരള യുക്തിവാദി സംഘം അത് 10 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളൊരു 1000 രൂപ അഡ്വാൻസ് തരും. നമ്മൾ രണ്ടുപേരും ഒരു ആരെങ്കിലും അടുത്ത് 1000 രൂപ കൊടുക്കുന്നു. ഒരു കവറിലിട്ടൊരു 10 രൂപ നോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ അതിന് നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞങ്ങൾ തരാം. 10 ലക്ഷം രൂപ ടി ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെല്ലുവിളി സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്ത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആളുകളെ ഭീതിപ്പെടുത്തി, ആളുകളെ ഭയപ്പെടുത്തി, ആളുകൾ എന്തൊക്കെയോ അപ്പൊ ഇതിനൊക്കെ ആത്യന്തികമായിട്ട് ദേവിദാസൻ പറഞ്ഞു വരുന്നത് ഈ ചെയ്ത കൂടോത്രം ശരിയാണെന്നാണ്. അതിനൊരു അവര് പറയുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഉണ്ടെന്നാണ്. പക്ഷേ ഇതിന് ഒരു അടിസ്ഥാനവുമില്ല. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി കാലാകാലങ്ങൾ ഇപ്പൊ ഇന്ത്യയില് ഭാരതത്തില് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അന്നത്തെ രീതിക്ക് ആളുകളെ പറ്റിക്കുവാനും ചൂഷണം ചെയ്യാനും എഴുതിയുണ്ടാക്കിയ ശ്ലോകങ്ങളുണ്ട്. ദയവായി ക്ഷമിക്കുക, സമയപരിധി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഒരു മിനിറ്റിൽ അതിവേഗം മറുപടി പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരെ മാറും. നമ്മൾക്കറിയാം, ആളുകളെ സാമ്പത്തികമായിട്ട് വഞ്ചിക്കുവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഈ പറയുന്ന ശ്ലോകങ്ങളും ഈ പറയുന്ന അഭിചാരിക ക്രിയകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് താങ്കളുടെ മറുപടി. പറഞ്ഞോളൂ. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ഈ കവറിനകത്ത് വെക്കുന്ന നോട്ടിന്റെ നമ്പർ പറയുക എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിന്റെ മാർഗമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന് നിയതമായ മാർഗങ്ങളുണ്ട്. ആ മാർഗമനുസരിച്ച് വരുന്ന ആളുകളുടെ ദുരിതങ്ങളുടെ കാരണമെന്ത്, അത് ജാതകവശാലുള്ളതാണോ അത് മറ്റു തരത്തിലുള്ളതാണോ എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ശാസ്ത്രമാണത്. അല്ലാതെ മറഞ്ഞിരിക്കുന്ന ഒരു നോട്ടിൻ്റെ നമ്പർ പറയുക എന്നുള്ളത് ഈ ശാസ്ത്രത്തിന് വഴിയല്ല. ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. ഇതിനൊരു ശാസ്ത്രമുണ്ട്, നിയതമായ നിയമങ്ങളുണ്ട്. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസൃതമായിട്ട് ഒരു വ്യക്തിയുടെ ദുരിതം, ദോഷം, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാവില്ല, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാര്യനും ആവില്ല. ഇതൊക്കെ ആർക്കും എവിടെ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. അല്ല, നിങ്ങൾക്ക് ആരെയും അംഗീകരിക്കാതിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, ഇതൊന്നും ജ്യോതിഷത്തിൻ്റെ മാർഗമല്ല. പ്രവചനവും ജ്യോതിഷത്തിൻ്റെ മാർഗമല്ല. ശരി.
അങ്ങനെയാണ് താങ്കൾ ജ്യോതിഷത്തെ നിർവചിക്കുന്നത്. വളരെ നന്ദി. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെട്ടത്. വളരെ നന്ദി ശ്രീ ശംഖുമുഖം ദേവിദാസ്, ഒപ്പം അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ, ഹരി പത്തനാപുരം ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും വിശ്വാസം വ്യക്തിപരമാണ്. ആ വിശ്വാസം മറ്റൊരാളുടെ അതിരിനപ്പുറം കുഴിച്ചിടാനുള്ളതല്ല എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചർച്ച പൂർണ്ണമാവുന്നു. നമസ്കാരം.